السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹനിധികളായ എൻ്റെ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെ നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ പരിപൂർണ്ണ നിലക്ക് നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. നീ പൂവണീച്ചു കൊടുക്കണം അല്ലാഹ്. ധാരാളം ആളുകൾ നമ്മുടെ മജ്ലിസ് കാണുന്നവരിൽ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്. ആജിലായ കാമിലായ പരിപൂർണ ശിഫ നീ നൽകണല്ലോ. ശിഫാ നീ നൽകണേ തമ്പുരാനെ. നമ്മൾ ധാരാളം ആളുകൾ മൗത്തായി പോയി. അല്ലാഹുവിന്റെ ഖബറുടെ നീ റാഹത്തിലാക്കണല്ലോ. സ്വർഗ സന്തോഷപൂരിതമാക്കി കൊടുക്കണല്ലോ. സ്വർഗ സന്തോഷപൂരിതമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ പവിത്രമാക്കപ്പെട്ട ഈ സയ്യിദിയ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ പ്രയാസപ്പെടുന്ന പ്രതിസന്ധിയിൽ ആഴ്ന്നു പോയ ഒരു വിഷയമാണ് ഇണക്കപ്പിണക്ക വിഷയങ്ങൾ. നമ്മുമായി ധാരാളം ആളുകളാണ് അത്തരം പ്രതിസന്ധികളുമായിട്ട് അത്തരം ബുദ്ധിമുട്ടുകളുമായിട്ട് നമ്മെ സമീപിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും സമീപിക്കുന്നവര്. ഇണകൾ തമ്മിലുള്ള പിണക്കം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കങ്ങൾ, ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള പിണക്കങ്ങൾ, ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള പിണക്കം, അയൽവാസികൾ തമ്മിലുള്ള പിണക്കം, കുടുംബങ്ങൾ തമ്മിലുള്ള പിണക്കം, മൂത്തച്ചിയും ഇളയച്ചിയും തമ്മിലുള്ള പിണക്കം, നാത്തൂമാര് തമ്മിലുള്ള പിണക്കം. അങ്ങനെ എടുത്തു നോക്കിയാൽ കുടുംബത്തിലുള്ള ഈ പിണക്ക വിഷയങ്ങൾ അതിനൊരു പരിഹാരം തങ്ങൾ പറഞ്ഞു തരണം. അതിന് ചൊല്ലാൻ പറ്റിയ ഒരു അമല്, ഏത് അമലാണ് ഞങ്ങൾ ചെയ്യേണ്ടത്, എന്ത് കാര്യമാണ് അതിന് ഞങ്ങൾ ചെയ്യേണ്ടത്, അതിന് ചെയ്യാൻ പറ്റിയ ധാരാളം കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അതുമാത്രമല്ല, നഷ്ടപ്പെട്ട പോയ കാര്യങ്ങൾ തിരിച്ചു കിട്ടാൻ, അത് എന്തുമാകട്ടെ, പണമാകട്ടെ, സ്നേഹമാകട്ടെ, സൗഹൃദമാകട്ടെ, എന്ത് കാര്യങ്ങളും ഏതുവരെ എന്ന് പറഞ്ഞാൽ ചെരുപ്പിന്റെ വാറില്ലേ, അത് പൊട്ടിപ്പോയാലും അതുവരെ തിരിച്ചു കിട്ടാനുള്ള അമൽ. അതാണ് മഹാന്മാര് കിതാബിൽ രേഖപ്പെടുത്തിയത്. അതുവരെ തിരിച്ചു കിട്ടും. പിന്നെ നമുക്ക് എന്താണ് ബുദ്ധിമുട്ട്? പിന്നെ നമുക്ക് എന്താണ് പ്രതിസന്ധി? എന്ത് സ്നേഹവും എന്ത് സൗഹൃദവും എന്തുമാകട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നത് തിരിച്ചു കിട്ടാൻ, നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അത് തിരിച്ചു കിട്ടാൻ ഭർത്താവിന്റെ സ്നേഹം, നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇപ്പൊ ഒരു സ്നേഹമില്ല തങ്ങളെ, ഇപ്പൊ ഒരു സ്നേഹമില്ല. ഞങ്ങൾ കിടക്കാറ് തന്നെ 2 റൂമുകളിലായിട്ടാണ്. സംസാരമില്ല, കളിതമാശകളില്ല. ഇപ്പൊ ഒരു സ്നേഹമില്ല. ഭർത്താവ് വിദേശത്താണ്, വിളിക്കാറില്ല. മക്കൾക്ക് വിളിക്കും, എനിക്ക് വിളിക്കാറില്ല. അങ്ങനെ പരാതി പറയുന്നവർ. തങ്ങളെ മക്കൾ തമ്മിൽ ഒരു സ്വരച്ചേർച്ചയില്ല. അവരാ പഴയ സ്നേഹമൊന്നുമില്ല. അല്ലെങ്കിൽ മരുമക്കളും മകനും തമ്മിൽ പഴയ സ്നേഹമൊന്നുമില്ല. അവരെപ്പോഴും വീട്ടിൽ കലഹങ്ങളാണ്. ഇതിനൊരു പരിഹാരം ഇൻഷാ അല്ലാഹ് ഈ രണ്ട് കാര്യങ്ങൾ. സ്നേഹം ലഭിക്കാൻ, പഴയ സ്നേഹം അല്ലെങ്കിൽ പഴയ ബന്ധങ്ങള്, അല്ലെങ്കിൽ പഴയ സുഹൃത്ത് ബന്ധം, അല്ലെങ്കിൽ പഴയ സൗഹൃദം, അല്ലെങ്കിൽ കളഞ്ഞുപോയ എന്തും, അത് വസ്തുവാവട്ടെ, സ്നേഹമാകട്ടെ, സൗഹൃദമാകട്ടെ, എന്തും തിരിച്ച് ലഭിക്കാൻ, അത് നമുക്ക് തന്നെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരാൻ. ഞാനൊരു ജോലി, ചില ആളുകൾ പറയാറുണ്ട്, ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് പോകാറുണ്ട്. ആ
ആ വീട്ടുകാര് എന്നോടൊരു സ്നേഹമില്ല, പഴയൊരു സ്നേഹമില്ല. ആ സ്നേഹം തിരിച്ചു കിട്ടാൻ, അവരിൽ നിന്നും ആ സ്നേഹം കിട്ടാൻ, അതാണ് എൻ്റെ നിലനിൽപ്പ് തങ്ങൾ, അതാണ് എൻ്റെ നിലനിൽപ്പ്. ധാരാളം ആളുകളാണ് സങ്കടം പറയാറ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹം ലഭിക്കാനും കഴിഞ്ഞുപോയ സ്നേഹം, നല്ല സ്നേഹം ഉണ്ടായിരുന്നു, അത് തിരിച്ചു ലഭിക്കാനും ഹലാലായ മാർഗത്തിലുള്ള സ്നേഹങ്ങള്, സൗഹൃദങ്ങള് എന്തുമാകട്ടെ എല്ലാം തിരിച്ചു ലഭിക്കാനും, സ്നേഹം ലഭിക്കാനും, പിണക്കം തീർന്ന് ഇണക്കത്തിലാവാൻ രണ്ട് അമല് ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവര് പിണക്കങ്ങളെല്ലാം തീർന്ന് ഇണക്കത്തിലായി വരാൻ പറ്റിയൊരു അമലും ഇൻഷാ അല്ലാഹ് സ്നേഹം തിരിച്ചു ലഭിക്കാനുള്ള, അത് സൗഹൃദമാണെങ്കിലും സ്നേഹമാണെങ്കിലും അത് തിരിച്ചു ലഭിക്കാനുള്ള ഒരു ദിക്റിനെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ മജ്‌ലിസ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഇത് കേട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ആരെങ്കിലും ഇത്തരം പ്രയാസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ല നമ്മളാണ് പിണങ്ങി നിൽക്കുന്നതെങ്കിൽ, ഭർത്താവുമായിട്ട് ഞാനാണ് പിണങ്ങി നിൽക്കുന്നത്, സലാം ചൊല്ലി കടന്നു ചെല്ല. എന്താണ് എൻ്റെ മുത്തുമിനീങ്ങളെ ഈഗോ പ്രശ്നങ്ങളൊന്നും വേണ്ട. ആരുമാകട്ടെ മക്കളുമായിട്ടാണെങ്കിലും ഭർത്താവുമായിട്ടാണെങ്കിലും മരുമക്കളുമായിട്ടാണെങ്കിലും നാത്തൂമാരായിട്ടാണെങ്കിലും മൂത്തച്ചിമാരായിട്ടാണെങ്കിലും ഇളയച്ചിമാരായിട്ടാണെങ്കിലും നിങ്ങളാണ് പിണങ്ങി നിൽക്കുന്നെങ്കിൽ കടന്നു ചെന്ന് സലാം ചൊല്ലി കാര്യങ്ങൾ പറയും. എന്നിട്ടും അവർ വന്നിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ദിക്റുകൾ ചൊല്ലി, ഈ അമല് ചെയ്യ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. പിണക്കണ്ടായാൽ നമ്മളെ ദുആക്ക് പോലും അല്ലാഹു ഉത്തരം നൽകൂല. പിന്നെ അള്ളാഹ്ക്ക് നിന്നെ വേണ്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ട, അള്ളാഹു നിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല. നിന്റെ പ്രാർത്ഥന, നിന്റെ തേട്ടുണ്ടല്ലോ, നീ പൊട്ടിക്കരഞ്ഞ് പാതിരാത്രിയിലും നീ പൊട്ടിക്കരഞ്ഞ് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹിനോട് തേടിയാലും അള്ളാഹ്ക്ക് നിന്റെ ദുആ വേണ്ട. നീ ആരുമായിട്ട് പിണങ്ങി നിൽക്കുകയാണെങ്കിലും അള്ളാഹ്ക്ക് നിന്റെ ദുആ വേണം. ഇൻഷാ അല്ലാഹ് പിണക്കങ്ങളെല്ലാം തീർന്ന് അള്ളാഹു ഇണക്കത്തിലാക്കണം. അല്ലാഹ് ഞങ്ങളെ കുടുംബങ്ങളെ, അയൽവാസികളെ, സൗഹൃദങ്ങളെ അള്ളാഹു ഇണക്കത്തിലാക്കണം. അല്ലാഹ് അത്ര ബുദ്ധിമുട്ടിൽ ധാരാളം ആളുകൾ പ്രയാസപ്പെടുന്നവര് കഴിഞ്ഞുപോയ സ്നേഹങ്ങൾ തിരിച്ചു ലഭിക്കാൻ, കഴിഞ്ഞുപോയ സ്നേഹം, നല്ല സ്നേഹമുള്ളവര് അത് തിരിച്ചു ലഭിക്കാൻ പറ്റിയ ഒരു ദിക്റുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല. എല്ലാവർക്കും വിഷയം മനസ്സിലായിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോട് കൂടി ചെല്ല. അല്ലാഹു നിങ്ങളെ വിജയിപ്പിക്കും. അല്ലാഹുവിനെ വിജയിപ്പിക്കണം അല്ലാഹ്. ഒരു നിലക്കും നീ പരാജയപ്പെടുത്തല്ല അല്ലാഹ്. ഈ പരാജയം നൽകല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അമലിലേക്ക് പോകുന്നതിന് മുമ്പ്, ആ അമലുകൾ ചെയ്യാനുള്ള കാര്യങ്ങള് പറയുന്നതിന് മുമ്പ് ഇത്തരം പ്രതിസന്ധിയുമായി നമ്മുമായി സമീപിക്കുന്നവർക്ക് കൊടുക്കാറുള്ള ഒരു അമലാണ്, ചെയ്യാൻ പറയുന്ന ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുമായിട്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ധാരാളം ആളുകൾ നിരന്തരം ഇത്തരം കേസുകൾ നിരന്തരമായിട്ട് വന്നതുകൊണ്ടാണ്, ഇവിടത്തേക്ക് വന്നതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾക്ക് ഇത് ഉപകരിക്കട്ടെ. നമ്മളെ മജ്‌ലിസ് കാണുന്ന ഈ സയ്യിദിയും കുടുംബത്തിന് ഉപകരിക്കട്ടെ. ധാരാളം ആളുകളുണ്ടാവും മടികൊണ്ട് പറയാൻ മടിക്കുന്നവര്. എങ്ങനെ ഇപ്പൊ തങ്ങൾക്ക് വിളിച്ച് ഈ കാര്യം പറയാം, ഈ സങ്കടം പറയാം, അല്ലെങ്കിൽ എങ്ങനെയാണ് തങ്ങളെടുത്ത് നേരിട്ട് പോയിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാം? ഞങ്ങൾ ദൂരെയുള്ള ആളുകളാണല്ലോ, കർണാടകയിലുള്ള ആളുകളാണ്, കൊടകിലുള്ള ആളുകളാണ്, തമിഴ്നാട്ടിലുള്ള ആളുകളാണ്, അവരൊക്കെ ഇവിടെ സമീപിക്കാറുണ്ട്. വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, വീട്ടിൽ ഒറ്റക്കാണ്, ആണുങ്ങൾ ആരുമില്ല കൂടെ വരാൻ എന്ന് പറഞ്ഞ് സങ്കടം അറിയിക്കുന്നവരുണ്ട്. അവർക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു അമൽ നമ്മൾ ചെയ്തു കൊടുക്കാറുള്ള ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകുന്നത്. ഇണക്കണ്ടാവാൻ ആരുമാകട്ടെ, ആരും ഇണങ്ങുന്നതായി കാണാം.
ഭർത്താവിന് സ്നേഹല്ലേ, ഭർത്താവ് ഇണങ്ങുന്നില്ലേ, ഇത് ചെയ്ത് ഭർത്താവിന്റെ ഡ്രസ്സിൽ വെക്ക്. ഭർത്താവ് നിന്നോട് അടുക്കും. ഞാൻ പറഞ്ഞു തരട്ടെ ഡ്രസ്സിൽ വെക്കാനുള്ള ഈ കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിച്ച് ഒന്ന് മുതൽ അവ്വൽ മുതൽ ആഖിർ വരെ കേൾക്കുക, അവസാനം വരെ കേൾക്കുക. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു ഇജാസത്ത് ഞങ്ങൾക്ക് തരികയാണ്, ഇത് ചെയ്യാനുള്ള ഒരു ഇജാസത്ത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് അവസാനം വരെ കേട്ടാലേ ഇജാസത്ത് ഉണ്ടാവുള്ളൂ, ഇത് ചെയ്യാനുള്ള ഒരു അനുവാദം ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാം. ആരും പറഞ്ഞു കൊടുക്കാറൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന നിലക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കും. ഇൻഷാ അല്ലാഹ് അത് പറയുന്നതിന് മുമ്പ് നമ്മളെ മജ്‌ലിസിലേക്ക് ധാരാളം ആളുകളാണ് പല പ്രതിസന്ധിയുമായിട്ട് ഇടങ്ങേറുമായിട്ട് നമ്മൾ സമീപിക്കുന്നവര്. പല വിഷയങ്ങളിൽ ഇത്തരം വിഷയങ്ങളും പല വിഷയങ്ങളും ശൈത്താനിയത്തിന്റെ പൈശാചികമായ ഉപദ്രവത്തിൽ കുടുങ്ങിയവര്, സിഹർ സംബന്ധമായ പ്രയാസത്തിൽ അതിന്റെ കെണിവലകളിൽ പെട്ടുപോയവര്, വീടും വസ്തുവിലുമുള്ള പ്രയാസം അനുഭവിക്കുന്നവര്, അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അങ്ങനെ എടുത്തു നോക്കിയാൽ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, ഇത്തരം പ്രതിസന്ധികളുമായിട്ട് പ്രയാസങ്ങളുമായിട്ട് നമ്മൾ സമീപിക്കുന്നവർ, ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് സമീപിക്കാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരും. ആരും ബുക്ക് ചെയ്യാതെ വരരുത്. കാരണം വിളിക്കുന്ന സമയത്ത് വരാൻ ഉദ്ദേശിക്കുന്നവർ ബുക്ക് ചെയ്യാം. വഴി ചോദിച്ചറിഞ്ഞ് ബുക്ക് ചെയ്ത് വരിക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാവുമ്പോൾ ഒരു സമയം നിങ്ങൾക്ക്, നിശ്ചിതമായ ഒരു സമയം നിങ്ങൾക്ക് തരും. ആ സമയത്ത് ഇവിടെ എത്തിയാൽ മതി. അള്ളാഹുവെ ഞങ്ങളെ സകലമായ പ്രയാസങ്ങളും ഇടങ്ങേറുകളും അള്ളാഹു ഇനി മാറ്റി നൽകണമല്ലോ. ജീവിതത്തിൽ വലിയ ഖൈറാത്തുകൾ നൽകണമല്ലോ. അള്ളാഹുവെ പിണക്കങ്ങൾ മാറ്റി പിണക്കം നൽകണമല്ലോ. ഞങ്ങളെ ജീവിതത്തിൽ എല്ലാവരുമായിട്ടുള്ള പിണക്കങ്ങൾ മാറ്റണമല്ലോ. ജീവിതത്തിൽ ഖൈറ് നൽകണമല്ലോ. ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവെ അവർക്ക് ഇണക്കം ചേരാൻ, അവര് ഞങ്ങളുമായി വന്ന് അല്ലെങ്കിൽ ഞങ്ങൾ അവരുമായി ചേർന്ന് സലാം പറഞ്ഞ് ഏത് രീതിയിലാണോ ഞങ്ങൾ ആയിരുന്നത് ആ രീതിയിലേക്ക് നീ എത്തിക്കണമല്ലോ. പൈശാചികമായ ബുദ്ധിമുട്ടുകൾ പിണങ്ങി നിൽക്കുന്ന ആളുകൾ, സിഹർ ചെയ്ത് പിണക്കിയവര് അകറ്റിയവര് ധാരാളം ആളുകളുണ്ട്. സിഹർ ചെയ്ത് ബന്ധങ്ങൾ അകറ്റിയവര്, ദാമ്പത്യ ബന്ധങ്ങൾ വേർപിരിഞ്ഞവര്, അങ്ങനെ ധാരാളം ആളുകൾ. നമുക്ക് തന്നെ ധാരാളം അനുഭവങ്ങളാണ്. മൂത്തച്ചി ഇളയച്ചിക്ക് ചെയ്യുന്നു, നാത്തൂമാര് തമ്മിൽ ഇത്തരം പ്രയാസങ്ങൾ ചെയ്യുന്നു, അമ്മായിമ മരുമകൾക്ക് വേണ്ടി ചെയ്യുന്നു. അങ്ങനെ ധാരാളം കേസുകളാണ് നിരന്തരം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ലോ. മക്രീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണമല്ലോ. ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണമല്ലോ. ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണമല്ലോ. ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണമല്ലോ. ചതിയന്മാരെ ചതിയെ തൊട്ട് കാത്ത് സംരക്ഷിക്കണമല്ലോ. സംരക്ഷിക്കണമല്ലോ. ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. നമ്മുടെ അടുത്തേക്ക് വന്നൊരു കേസ്. അത് പറഞ്ഞ് ഈ അമൽ ഇൻഷാ നമുക്ക് പറയാം. സന്ദർഭോചിതമായിട്ട് ഉണർത്തുക എന്ന് മാത്രം. ഇത്തരം വിഷയങ്ങൾ പറഞ്ഞപ്പോ ഒന്ന് ഉണർത്തുക എന്ന് മാത്രം. ഒരു സഹോദരൻ തന്റെ പെങ്ങളുമായിട്ടാണ് നമ്മെ ഇവിടത്തേക്ക് സമീപിച്ചത്. എന്താണ് വിഷയം എന്ന് വെച്ചാൽ, കുടുംബക്കാർ ആരാണ് എവരാണ് എന്നും ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല. അങ്ങനെ സിഹർ ചെയ്ത് പൈശാചികമായ ഉപദ്രവത്തിൽ ഈ സഹോദരി പെട്ടു. പോകാത്ത ഇടങ്ങളില്ല. ഇതിന് ചെയ്യാത്ത കർമ്മങ്ങളോ ഇതിന് ചെയ്യാത്ത കാര്യങ്ങളോ ഇല്ല. സഹോദരി വൈലന്റ് ആവുക, സിഹർ ചെയ്ത് വലിയ ബുദ്ധിമുട്ടിലായി. വൈലന്റ് ആകലും പ്രയാസപ്പെടുത്തലുമാണ്. അങ്ങനെ ഇവർക്ക് ചെയ്തു എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്, ഇവരെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി തന്നെയാണ്. കാരണം ഈ ശൈത്താൻ ഇങ്ങനെ ഇളകി പറയുന്ന സമയത്ത് പേരുകൾ പറയും. പറഞ്ഞയച്ച ആരാണിത് ചെയ്തു വിട്ടത് എന്നുള്ള
ആ വ്യക്തിയുടെ പേര് പറയും. ആ വ്യക്തിയുടെ പേര് എന്തായാലും പറയും. എല്ലാ ശൈത്വാന്മാരും ഇളക്കി കഴിഞ്ഞാൽ അത് പറയും. ഇളകുന്ന സമയത്ത് ആ ശൈത്വാൻ വിളിച്ചു പറഞ്ഞ ആ സഹോദരി പ്രായമായി മരണമാസന്നമായ ആ സമയത്ത് കിടക്കുന്ന സമയത്ത് ഇവരുടെ ആങ്ങള തകരാൻ വേണ്ടിയാണ് വലിയ വീട് കെട്ടിപ്പൊക്കി അതിന്റെ അസൂയ മോത്തുകൊണ്ട് അസൂയ വെച്ചുകൊണ്ട് ചെയ്തു വെച്ചതാണ്. സഹോദരിയുടെ മേലിലാണ് ചെയ്തു വെച്ചത്. ഈ പിശാചിനെ പറഞ്ഞയച്ചത് സഹോദരിയുടെ ശരീരത്തിലേക്കാണ് ഈ പിശാചിനെ പറഞ്ഞയച്ചത്. അതിങ്ങനെ ഇളകി പറയുന്ന സമയത്ത് ഈ സഹോദരിയുടെ പേര് പറഞ്ഞ സമയത്ത് ഈ സഹോദരി ഇവരുടെ കുടുംബം തന്നെയാണ്. മരണമാസന്നമാകുന്ന സമയത്ത് പോകാൻ ചെന്ന സമയത്ത് സംസാരിക്കൂല. ഈ ഒരു സഹോദരനെ കണ്ട സമയത്ത് കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ വരികയാണ്. എന്തുകൊണ്ട് കുറ്റബോധം കൊണ്ട് ഞാൻ ചെയ്തല്ലോ. മരണമല്ലാതെ എനിക്ക് ജീവിതത്തിലേക്ക് ഒരു വഴിയില്ല. ആ സഹോദരി മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു സഹോദരനെ കാണുമ്പോൾ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീരിങ്ങനെ ഒലിക്കുകയാണ്. എന്തുണ്ട് കാര്യം ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി, ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആ സമയത്ത് കിട്ടുന്ന ഒരു ആനന്ദം, ആ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം മാത്രല്ലേ ഇതിൽ നിനക്ക് ബാക്കിയുള്ളൂ. നീ പോയി കിടക്കുന്നിടത്ത് ഒരു സുഖം ഉണ്ടാവോ? നീ പോയി കിടക്കുന്നിടത്ത് ഒരു സുഖം നിനക്കുണ്ടാവോ? ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. ദുനിയാവിലും ആഖിറത്തിലും അങ്ങനെ സാഹിര്യങ്ങളെ സിഹ്ർ ചെയ്യുന്നവരെ അല്ലാഹു വെറുതെ വിടൂല. ആരെ കൊണ്ടുപോയി ചെയ്യിപ്പിച്ചാൽ, ഏതാളെ കൊണ്ടുപോയി ചെയ്യിപ്പിച്ചാലും, നീ ചെയ്യിപ്പിക്കുന്നവനാണെങ്കിലും അവൻ ചെയ്യുന്നവനാണെങ്കിലും ഇതിൽ കൂട്ടു നിൽക്കുന്നവനാണെങ്കിലും ഒരേ കുറ്റമാണ്, ഒരേപോലെയാണ് അനുഭവിക്കേണ്ടി വരും. അല്ലാഹു ഞങ്ങളെ കാക്കണം. അല്ലാഹു ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണം. എന്തിനാണ് മുഅ്മിനീങ്ങളെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ പോയി ചെല്ലുന്നത്? ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഇതിന്റെ നേട്ടം? ഒരു നേട്ടവുമില്ല. അല്ലാഹു ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണം. ഞങ്ങളെ കാത്ത് സംരക്ഷിക്കാനുള്ള ഇണക്കങ്ങൾ വേർപിരിക്കാൻ വേണ്ടി ഇത്തരം പ്രയാസങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുകളുമായി സ്ഥിരമായി ഏർപ്പെടുന്നവരുണ്ട്. അല്ലാഹു ഞങ്ങളെ കാക്കണം. ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. എന്താണ് മുഅ്മിനീങ്ങളെ പിണങ്ങി നിൽക്കുന്നവര് ഇണക്കമാവാൻ, അത് ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളും ഉമ്മയും, അല്ലെങ്കിൽ മക്കളും ഉപ്പയും, ഞാൻ ഓരോന്ന് എണ്ണി പറയുന്നില്ല. അയൽവാസികള്, സുഹൃത്തുക്കള്, കുടുംബക്കാര്, സ്റ്റാഫുകൾ തമ്മിൽ, അല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ പിണക്കമാണ്. ഒന്ന് ഇണങ്ങി കിട്ടാൻ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹലാലായ മാർഗത്തിലുള്ള എല്ലാ ഇണക്കങ്ങളും ഉണ്ടാവാൻ സൂറത്തു ത്വാഹ എല്ലാവർക്കും അറിയാം. സൂറത്തു ത്വാഹ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തു ത്വാഹ എടുക്കുക, അതൊരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു തകിടിൽ എഴുതാൻ അറിയാത്തവരുണ്ടാവും. തകിടിലൊക്കെ എഴുതുമ്പോൾ അതിന്റെ രീതിയിൽ എഴുതണം. അല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ വെള്ളക്കടലാസിൽ സൂറത്തു ത്വാഹ ബിസ്മി എഴുതിയിട്ട് സൂറത്തു ത്വാഹ എഴുതിയിട്ട് മടക്കുക. ആ പേപ്പർ മടക്കിയിട്ട് എവിടെ വെക്കാം? ആരാണ് നിങ്ങൾക്ക് ഇണക്കാവേണ്ടത്? ഭർത്താവാണെങ്കിൽ ഭർത്താവിന്റെ ഡ്രസ്സിൽ വെക്കുക, അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ ഡ്രസ്സിൽ വെക്കുക, മക്കളാണെങ്കിൽ മക്കളുടെ ഡ്രസ്സിൽ വെക്കുക, നാത്തൂനാണെങ്കിൽ നാത്തൂന്റെ ഡ്രസ്സിൽ വെക്കുക, മൂത്തച്ചിയാണെങ്കിൽ മൂത്തച്ചിയുടെ ഡ്രസ്സിൽ വെക്കുക, ഇളയച്ചിയാണെങ്കിൽ ഇളയച്ചിയുടെ ഡ്രസ്സിൽ വെക്കുക. ആരുമാകട്ടെ, സുഹൃത്തുക്കളാണ്, അയൽവാസികളാണ്, ആരുമാകട്ടെ, അവർ ഉപയോഗിച്ച ഡ്രസ്സിൽ അത് മടക്കി വെക്കുക. ചെയ്യൂലേ? ചെയ്യാൻ കഴിയുന്നവര് അത് ബുദ്ധിമുട്ടായ രീതിയിൽ ചെയ്യരുത്. അറിയാത്ത ഒരാൾ കാണുന്ന സമയത്ത് തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഇത് ഒരാൾക്ക് ഉപദ്രവിക്കാനല്ല, അവൻ ഇങ്ങോട്ട് അടുക്കാൻ വേണ്ടി. സൂറത്തു ത്വാഹ എഴുതി ഇൻഷാ അല്ലാഹ് അവരുടെ ഡ്രസ്സിൽ വെച്ചാൽ ആരാണ് നിങ്ങളിലേക്ക് അടുക്കേണ്ടത് അവർ നിങ്ങൾക്ക് അടുക്കുക തന്നെ ചെയ്യും. പിന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇണക്ക വിഷയങ്ങൾ ഉണ്ടെങ്കിൽ
ഭാര്യയും ഭർത്താവും ഓതുക. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ യാസീൻ എല്ലാവർക്കും അറിയാലേ. സൂറത്തുൽ യാസീനിലെ 8-9 ആയത്തുകൾ. 8-9 ആയത്തുകൾ ഏതാണ് ആയത്ത്? ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം അഗ്ലാലൻ ഫഹിയ ലദ്കാനി ഫഹും മുക്മഹൂൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഈ രണ്ടായത്തുകൾ ഭാര്യ ഓതുക, ഭർത്താവ് നിരന്തരം ജീവിതത്തിൽ ചൊല്ലുക, ജീവിതത്തിൽ ഓതുക, കൊണ്ടുവരാ. ഭർത്താവും ഭാര്യയും ഒരിക്കലും പിണങ്ങൂല. ആര് പിണക്കാൻ ശ്രമിച്ചാലും അവർ ഇണങ്ങി തന്നെ നിൽക്കും. അവരിടയിൽ കൂടുതലായിട്ട് സ്നേഹം ഉണ്ടാവും. ഇത് ഭാര്യയും ഭർത്താവും ചെയ്യേണ്ടതാണ്. സൂറത്തുൽ യാസീനിലെ 8-9 ആയത്തുകൾ, 8-ാമത്തെ ആയത്ത് 9-ാമത്തെ ആയത്ത് ഞാൻ ഇവിടെ ഓതി കേൾപ്പിച്ച ഈ 2 ആയത്ത് സ്ക്രീനിൽ കൊടുത്ത ഈ 2 ആയത്തുകൾ ഭാര്യ ഓതുക, ഭർത്താവ് ഓതുക. പിന്നെ രണ്ടാമത്തെ വിഷയം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയ സ്നേഹം, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങള്, നഷ്ടപ്പെട്ടു പോയ എന്ത് കാര്യമാവട്ടെ, എന്ത് പണമാവട്ടെ, എന്താവട്ടെ, അത് തിരിച്ചു കിട്ടാൻ ഒരു പ്രയാസങ്ങളില്ലാതെ അത് തിരിച്ചു ലഭിക്കാൻ ഈ ഒരു ദിക്ർ ഈ സ്ക്രീനിൽ ഞാൻ കൊടുക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ഉർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഈ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ, പതിവാക്കി കഴിഞ്ഞാൽ ആരെ സ്നേഹം നഷ്ടപ്പെട്ടു പോയ എന്ത് സ്നേഹം, എന്ത് ബന്ധങ്ങളാണെങ്കിലും, സൗഹൃദങ്ങളാണെങ്കിലും പണമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അത് തിരിച്ചു കിട്ടും. സ്നേഹം, ഭർത്താവിന് എന്നോട് നല്ല സ്നേഹം ഉണ്ടായിരുന്നു, അത് തിരിച്ചു കിട്ടാൻ, പഴയതുപോലെ തിരിച്ചു കിട്ടാൻ. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്നോട് നല്ല സ്നേഹം ഉണ്ടായിരുന്നു, അത് പഴയതുപോലെ തിരിച്ചു കിട്ടാൻ. മക്കൾക്ക് എന്നോട് നല്ല സ്നേഹം ഉണ്ടായിരുന്നു, അത് പഴയതുപോലെ തിരിച്ചു കിട്ടാൻ. അയൽവാസികൾക്ക് നല്ല ബന്ധമായിരുന്നു ഞങ്ങളുമായിട്ട്, ഇപ്പൊ ഒരു ബന്ധമില്ല, അത് പഴയതുപോലെ തിരിച്ചു കിട്ടാൻ. എല്ലാ ബന്ധങ്ങളും എല്ലാ കാര്യങ്ങളും അത് തിരിച്ചു കിട്ടാൻ, പഴയതുപോലെ തിരിച്ചു ലഭിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ഉർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഈ ഒരു ദിക്ർ എല്ലാവരും ഇത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ വീര്യം കുറയാതെ അതേ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് തിരിച്ചു ലഭിക്കും. ഈ രണ്ട് കാര്യങ്ങൾ സൂറത്തു ത്വാഹ സ്നേഹം ലഭിക്കാൻ ആരുടേതാണെങ്കിലും പിണങ്ങി നിൽക്കുന്നവർ ഇണങ്ങിച്ചേരാൻ ദുനിയാവിലെ ആരുമായിക്കോട്ടെ ഹലാലായ രീതിയിലുള്ള സ്നേഹം, ഹലാലായ രീതിയിലുള്ള ഇണക്കം അതോർക്കണം. അത് ഇണങ്ങാൻ വേണ്ടി സൂറത്തു ത്വാഹ ഒരു വെള്ള പേപ്പറിൽ പരിപൂർണമായിട്ട് എഴുതി ആരാണോ നിങ്ങളിലേക്ക് ഇണങ്ങേണ്ടത് അവരെ വസ്ത്രത്തിൽ അത് വെക്കുക, വിയർപ്പ് തട്ടിയ വസ്ത്രത്തിൽ വെക്കുക. പിന്നെയോ ഭാര്യ ഭർത്താക്കന്മാരുടെയിൽ പിണക്കം വരാതിരിക്കാൻ ഇണങ്ങാൻ വേണ്ടി സൂറത്തുൽ യാസീനിലെ 8-9 ആയത്തുകൾ ഭാര്യ ഓതുക, ഭർത്താവ് ഓതുക, നിരന്തരം ഓതുക. ഏത് സിഹർ ചെയ്തിട്ട് വേർപെടുത്താൻ ശ്രമിച്ചാലും വേർപിരിയില്ല. നിങ്ങളെ ബന്ധം ഒരിക്കലും വേർപിരിയില്ല. പിന്നെയോ മൂന്നാമത്തെ കാര്യം നഷ്ടപ്പെട്ടു പോയ ബന്ധം തിരിച്ചു കിട്ടാൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഈ ഒരു ദിക്ർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ഉർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഇൻഷാ അല്ലാഹ് പ്രാവർത്തികമാക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം മജ്ലിസിൽ ഉണർത്താനുള്ളത്, നമ്മൾ 5:30 സയ്യിദിയ മജ്ലിസ് ധാരാളം ആളുകളാണ് സ്ഥിരമായി നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന, ആയിരങ്ങൾ പങ്കെടുക്കുന്ന വലിയ മജ്ലിസ്, ദുആക്ക് ഉത്തരം ലഭിക്കുന്ന മജ്ലിസ്, ധാരാളം ആളുകളുടെ മുറാദുകളാണ് ഹാസിലായത്.
ധാരാളം ആളുടെ മുറാദുകൾ ഹാസിലായി. വലിയ മജ്ലിസാണ്, നിരന്തരമായിട്ടാണ് മജ്ലിസിന്റെ ഫളായിലുകൾ ധാരാളം ആളുകൾ ഫോൺ വഴിയും മെസ്സേജ് വഴിയും അറിയിക്കുന്നവർ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, മജ്ലിസിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ 5:30 ഈ മജ്ലിസിൽ തന്നെ, ഈ ചാനലിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. 5:30 രാവിലെ പ്രഭാത സമയത്ത് എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.